ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ എന്നല്ല, 60 FPS നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സാധനം വെച്ച് കളിക്കാന്നുള്ളതാണ്. ഇതാണ് ഗൈസ് ഐഫോൺ എന്ന് പറയുന്ന ഡിവൈസിൽ നമ്മൾ കളിക്കുമ്പോൾ 120 FPS എത്ര സ്മൂത്ത് വരും. അതേ സാധനം നമുക്കിത് 30 FPS അല്ല 60 FPS നമുക്കിതാ കളിക്കാൻ പറ്റും. ഇതാണ് 60 FPS 25,000 രൂപയിലെ ഫോണിലുള്ള ഗൻഷൻ ഇമ്പാക്റ്റ്. 60 FPS 120 FPS അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അല്ലാതെ നമ്മൾ ഗെയിം കളിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സീനുമില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അത്രത്തോളം വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് പറയാം. ഇനി ഞാൻ വേറൊരു വീഡിയോ ഇതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ചീത്ത വിളിക്കുമായിരിക്കും. അതുകൊണ്ട് ഗെയിമിംഗ് വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമേ ഇനി ഇതിൻ്റെ എന്തെങ്കിലും ആയിട്ടൊരു കമ്പാരിസൺ വീഡിയോ ഓവറോൾ റിവ്യൂ ഒക്കെ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സമയം 12:03. നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാവുന്ന ദിവസമാണ് ഗൈസ് ഇന്ന്. നിങ്ങൾ കുറേ അധികം നാളുകളായിട്ട് ഗെയിമിംഗ് വീഡിയോയുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോ എവിടെയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഇത് ഫോൺ എടുത്ത് തന്നെ അന്ന് തന്നെ ഇടാമായിരുന്നു. പക്ഷേ നമുക്ക് BGMI മാത്രം കളിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ആണ് ഈ ചാനലിൽ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിനെ ഞാൻ മാനിക്കണമായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കുറേയധികം കമൻസിൽ നിന്നും കുറേയധികം ഗെയിംസിൽ നിന്നും കോമൺ ആയിട്ട് വന്ന കുറേയധികം ഗെയിംസിനെ സോർട്ട് ഔട്ട് ചെയ്തെടുത്തിട്ട് ആൾക്കാർക്ക് കൂടുതൽ ആവശ്യം ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതെല്ലാം കുറച്ച് ദിവസങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം കളിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് 100% to 80% ആകുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ്, 20% to 10% ആകുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. IQ Neo 10R കുറച്ച് ദിവസമായിട്ട് ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സോർട്ട് ചെയ്തെടുത്ത ഗെയിംസിൽ ഏതൊക്കെ ഗെയിം ഉണ്ടെന്ന് പറഞ്ഞാൽ ഗെൻഷൻ ഇമ്പാക്റ്റ് ഒന്നാമത് കിടക്കുകയാണ്. കുറേ അധികം ആൾക്കാർ കമന്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു കിഡിലോസ്കി സാധനം BGMI എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. 120 FPS ഒക്കെ ബട്ടർ സസ്പെൻസ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ ഫുട്ബോൾ കുറേ അധികം ആൾക്കാർ ഈ ഫുട്ബോൾ മാക്സിമം ഗ്രാഫിക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാറക്സ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ്. അത് കുറേ കമൻറ്റ് വന്നതുകൊണ്ട് നമ്മളത് എടുത്തന്നേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗെൻഷൻ ഇമ്പാക്റ്റ് കളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 32 GB കൊടുത്ത് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ആ ഒരു ഡൗൺലോഡ് ചെയ്യാനായിട്ട് 100% ചാർജ് ഉണ്ടായിരുന്നു. ഇത് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഞാൻ 100% ആക്കിയിട്ടാണ് ഡൗൺലോഡ് ചെയ്തത്. 50 MBPS സ്പീഡുള്ള പ്ലാനാണ് ഞാൻ എടുത്തത്. ചുമ്മാ 100 MBPS നമ്മൾ സ്ട്രീമിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിൽ എത്രയൊക്കെ MBPS ആണെങ്കിലും ഒരു മൊബൈലിൽ നമുക്ക് ഗെയിമൊക്കെ ഡൗൺലോഡ് ആകുമ്പോൾ 10 MBPS ഒക്കെ തന്നെ മാക്സിമം. അപ്പം അത് വെച്ചൊക്കെ ഡൗൺലോഡായി വന്ന സമയത്ത് 32 GB ഡൗൺലോഡ് ആയപ്പോൾ ഏകദേശം 75% ചാർജ് ആയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ആയതിനു ശേഷം അതെല്ലാം സെറ്റപ്പ് ചെയ്തതിനു ശേഷം ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി ഡൗൺലോഡ് ചെയ്ത സമയത്ത് ഗെൻഷൻ ഇമ്പാക്റ്റ് ഡൗൺലോഡ് ചെയ്തതിനെക്കാട്ടിലും ഹീറ്റ് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ 70% താഴോട്ട് വന്ന സമയത്താണ് ഈ കോൾ ഓഫ് ഡ്യൂട്ടി ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ 70% താഴെ വന്നപ്പോൾ എനിക്ക് ഇച്ചിരി ഹീറ്റ് ഫീൽ ചെയ്തു. അത് കൺഫേം ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും 100% ആക്കിയതിനു ശേഷം ഞാൻ BGMI ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ BGMI ഡൗൺലോഡ് ചെയ്തപ്പോൾ നമുക്ക് അതുപോലെ ഹീറ്റിങ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബാക്കി അതിൻ്റെ റിസോഴ്സ് പാക്ക് ഒക്കെ ഈ ഒരു 70% ആവുന്നതിന് മുമ്പേ തന്നെ ഡൗൺലോഡ് ചെയ്തപ്പോഴും വലിയ ഹീറ്റിംഗ് ഒന്നും ഫീൽ ചെയ്തില്ല. നോർമൽ ആയിട്ടുള്ള ഹീറ്റിംഗ് ആണ് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 70ക്ക് താഴെ വന്നപ്പോൾ ഒരു 60 താഴേക്ക് വന്നപ്പോൾ ഈ കാറക്സ് സ്ട്രീറ്റ് ഡൗൺലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ 60ക്ക് താഴോട്ട് വന്ന സമയത്ത് ഈ കാറക്സ് സ്ട്രീറ്റ് ഡൗൺലോഡ് ചെയ്ത സമയത്ത് ഹീറ്റിംഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു 70ക്ക് താഴെ ഒരു 20ക്ക് മുകളിലോട്ട് വെച്ചിട്ടുള്ള ഒരു ഡൗൺലോഡിങ്ങിലും ഗെയിം പ്ലേയിലും ഒക്കെ ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തിളച്ച് മറിയണതല്ല, 100 to 70 ആവണതിന് ഉള്ള ഹീറ്റിങ്ങിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ് ആ സമയത്ത് ഹീറ്റിംഗ് ഫീൽ ചെയ്തത്. ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അല്ലാത്ത പക്ഷം വേറെ വിഷയങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് ഈ ഒരു ഡൗൺലോഡിങ് എക്സ്പീരിയൻസിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് തന്നെ FPS പാനൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ FPS പാനൽ ഉള്ളിടത്തോളം കാലം നമുക്ക് വേറെ തേർഡ് പാർട്ടി FPS മീറ്റർ ഒന്നും എടുത്തിടേണ്ട ആവശ്യമില്ല. പക്ഷേ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ നമുക്ക് FPS പാനൽ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനൊരു തേർഡ് പാർട്ടി FPS മീറ്റർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഡെവലപ്പർ മോഡിൽ പോയിട്ട് FPS ഒക്കെ നമുക്ക് അതുവഴി ഓൺ ആക്കി ഇടാൻ പറ്റും. അല്ലാതെ ഫോൺ റൂട്ടൊക്കെ ചെയ്ത് നമുക്ക് പ്രോപ്പർ ഒരു പോയിന്റ് പറഞ്ഞത് ഇപ്പോൾ 12.8 12.7 അല്ലെങ്കിൽ 99.9 ഇങ്ങനെയൊക്കെ FPS കാണിക്കണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ചുമ്മാ എന്തിനാണ് ഫോണൊക്കെ റൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ചുമ്മാ വേറെ പരിപാടി ചെയ്യണം എന്തിനാണ്? ഈ ഒരു FPS പാനൽ ഉണ്ടല്ലോ, ഒരു ഗെയിമിന് വേണ്ടി നമ്മളത് ചെയ്യണ ശരിയല്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പം FPS പാനലിൽ അത്യാവശ്യം കോൾ ഓഫ് ഡ്യൂട്ടിയിലെല്ലാം പ്രോപ്പർ കാണിക്കുന്നുണ്ട്. ബാക്കി ഗെയിമുകളിലെല്ലാം ഈ FPS മീറ്ററിൽ, അതായത് തേർഡ് പാർട്ടി ഡൗൺലോഡ് ചെയ്ത സാധനത്തിൽ 60 90 120 അങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളൂ. ഇപ്പം 30 FPS ഗെയിം ആണെങ്കിൽ പോലും നമുക്ക് 60 അതിൽ കാണിക്കുന്നുള്ളൂ. അപ്പം കോൾ ഓഫ് ഡ്യൂട്ടിയിൽ പ്രോപ്പറായിട്ട് 75 79 90 120 ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ കളിക്കുമ്പോഴാണ് അത് കിട്ടണമെന്നുള്ളത് ആ ഗെയിം പ്ലേ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിന് ഫസ്റ്റ് നിങ്ങളപ്പം ആ ഒരു ഗെൻഷൻ ഇമ്പാക്റ്റിൻ്റെ കുറച്ച് വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഫോണിൻ്റെ തന്നെ പെർഫോമൻസ് പാനൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനത്തിനകത്ത് മോൺസ്റ്റർ മോഡാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഗെയിം കളിക്കുമ്പോഴൊക്കെ നിങ്ങൾ മോൺസ്റ്റർ മോഡ് ഇടുന്നത് നല്ലതായിരിക്കും.
ബാലൻസ്ഡ് മോഡുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി സേവറൊക്കെ ഉണ്ട്. മോൺസ്റ്റർ മോഡ് ഇട്ടാൽ എക്സ്ട്രീം പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. നമ്മൾ മോൺസ്റ്റർ മോഡ് ഇടുക. മോൺസ്റ്റർ മോഡ് ഇട്ടതിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് 61 FPS കാണിക്കുന്നത്. അതായത് 60 FPS നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റും. അപ്പോൾ 60 FPS എങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ടാപ്പ് ചെയ്യണം, അപ്ഡേറ്റ്, ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഈ ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ് ഒക്കെ എന്ന് പറഞ്ഞ് കാണിക്കുന്ന സമയത്ത് എത്ര FPS വരും എന്ന് പറഞ്ഞാൽ ഒരു 30 FPS താഴെയേ ഈ വരത്തുള്ളൂ. നമ്മളിനി എന്തൊക്കെ ചെയ്താലും നമുക്ക് ഇവിടെ 30 FPS, 14 FPS, 7 FPS വരെ വരുന്നതായിരിക്കും. ഈ 7 FPS ഒക്കെ എന്ന് പറഞ്ഞ് പറഞ്ഞ സമയത്ത് ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആവാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം വലിയ ഹീറ്റിങ്ങില്ല, കാരണം 60 FPS കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിപ്പം 10 FPS, 6 FPS പോയിട്ടുണ്ട്. കുറച്ചൊന്ന് കഴിയുന്ന സമയത്ത് ഇതൊന്ന് ഹീറ്റായി തുടങ്ങും. നമുക്ക് ഇപ്പം ടാപ്പ് ടു ബിഗിൻ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. നമുക്കിപ്പം 60 FPS വേണ്ട, 30 FPS മതി എന്നുണ്ടെങ്കിൽ 120 FPS കളിക്കേണ്ട ഗെയിമാണ്. അപ്പോൾ ആ ഒരു സാധനം ഇതിൻ്റെ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള സാധനത്തിനകത്ത് കിട്ടണമെങ്കിൽ നമ്മൾ 60 തന്നിട്ടുണ്ട്. 30 മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്തതിന് ശേഷം 30 ആക്കാൻ പറ്റും. അപ്പോൾ എന്താ ഇവിടെ സ്മൂത്ത് എന്ന് പറഞ്ഞ് കാണിക്കേണ്ട, ആ സ്മൂത്ത് എത്രത്തോളം സ്മൂത്ത് ആവുന്നുണ്ടോ അത്രത്തോളം ഹീറ്റിംഗ് ഒന്നും ഇല്ലാത്ത രീതിക്ക് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. അതേ സമയത്ത് നമുക്ക് ഇവിടെ ഹയസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓവർലോഡഡ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ട, ഓവർലോഡഡും 30 FPS പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 60 FPS മാത്രം ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോവസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ലോവസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇടുക, എന്നിട്ട് ഇതിനെ 60 FPS അപ്പോൾ നമുക്ക് സ്മൂത്ത് ഇവിടെ വരുള്ളൂ. ആ ലോവസ്റ്റ് മാറ്റിയിട്ട് ലോ ഇട്ടാലും നമുക്ക് 60 FPS ആക്കുന്ന സമയത്ത് ഓവർലോഡഡ് തന്നെ കാണിക്കുക. അപ്പോൾ നമ്മൾ കളിക്കേണ്ടത് ഏതില്ല, ലോവസ്റ്റിൽ 60 FPS ആക്കുക, കട്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ എടുക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ആ ഒരു 60 FPS വന്നിട്ടുണ്ട്. അപ്പോൾ ലോഡായി വരുന്ന ഒരു സമയത്ത് അത് പെട്ടെന്ന് കൊണ്ട് ആ ഒരു 30 FPS, 7 FPS ഒക്കെ ആവും. ഇവിടെ പിന്നെ ഈ ഡൗൺലോഡിംഗ് ഒക്കെ കാണിക്കുന്ന സമയത്തും ഈ ഒരു സംഭവം, ഈ ഒരു ആനിമേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്തും ഇതുപോലെ തന്നെ ആ ഒരു 7 FPS, 9 FPS എന്ന് പറഞ്ഞ് കാണിക്കും. ഈ 60 FPS കാണിക്കുന്നത് നിങ്ങൾ നോക്കണ്ട. ഈ ഒരു FPS മീറ്റർ ഞാൻ ഇട്ടതെന്ന് പറഞ്ഞാൽ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുമ്പോൾ കാണിച്ചു തരാൻ വേണ്ടി. കാരണം കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ഈ ഒരു സാധനം വർക്ക് ആവത്തില്ല, ഈ ഒരു നമ്മുടെ പെർഫോമൻസ് പാനൽ വരത്തില്ല. അതുകൊണ്ട് മാത്രം ഇത് എടുത്തിട്ടത്. കോൾ ഓഫ് ഡ്യൂട്ടിയിൽ ഇത് പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിലിപ്പം 30 ആണെങ്കിലും 60 ആണെങ്കിലും 120 ആണെങ്കിലും ഇതേ കാണിക്കും. ഇതിൽ 120 പറ്റൂല, എന്നാലും ഇതേ കാണിക്കത്തുള്ളൂ. ഈ 60 കാണിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. നമുക്ക് ഇനി ആ ഒരു 60 FPS ഒഴുക്കം കാണിച്ചിട്ട് എന്താക്കണ്ട. ഇതാണ് 60 FPS ഒഴുക്കം. അപ്പോൾ ഒരാൾ പറഞ്ഞു ഈ ഗെൻഷൻ ഇമ്പാക്റ്റ് കളിക്കണമെങ്കിൽ ഐഫോൺ തന്നെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് ഒരു മാന്യമായിട്ടുള്ള ഗെയിം പ്ലേ കളിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 60 FPS ഈ ഇതിനകത്ത് വെച്ച് കളിക്കാൻ പറ്റും. ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഹീറ്റിംഗ് ഒന്നുമില്ല. ചാർജ് ഒരു 70% താഴെ നിൽക്കുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തായിട്ട് ഒരു ഹീറ്റിംഗ് ഫീൽ ചെയ്യും. അത് മാത്രമേ എനിക്ക് ഒരു ഡീമെറിറ്റ് ആയിട്ട് തോന്നില്ല. ഡീമെറിറ്റും അല്ലടെ ഏത് സ്മാർട്ട് ഫോണും നമ്മൾ AC ഫാനൊന്നും ഇല്ലാതെ കളിച്ചാൽ ചൂടാവുക തന്നെ ചെയ്യും. ഹീറ്റിംഗ് ഇത്രത്തോളം ഹീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്ത് ബാക്കിൽ ഇവിടെ ഒരു സ്ഥലത്ത് ഹീറ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത്രത്തോളമാണ് അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ ചാടുമ്പോൾ കണ്ട. അപ്പോൾ നമ്മൾ സൂം ഔട്ട് ചെയ്യാം, സൂം ഇൻ ചെയ്യാം കണ്ട. ഇതൊക്കെ പക്ക ഒരു 60 FPS സ്മൂത്താണ്. ഈ 61 മാറൂല. ഇതിന് എന്തൊക്കെ വന്നാലും മറ്റേ ഒരു ബബിളുജിയൊക്കെ ഒരു ബോഡിക്കുണ്ട്. ബബിളുജിയൊക്കെ നമ്മൾ അടിച്ച് വെട്ടൊക്കെ ചെയ്താലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ഇവിടെ 60 കാണിക്കും. ഇനി 30 FPS ഇട്ടാലും ഇവിടെ 60 കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ 30 ആ ഒരു റേഞ്ച് കാണിക്കും. ഈ ഒരു ഗെയിം പ്ലേയിൽ നമുക്ക് 30 കിട്ടും. ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും നമുക്ക് 7 FPS, 9 FPS, 10 FPS അങ്ങനെയൊന്നും വരത്തില്ല. നമുക്ക് ഈ ലോഡായി വരൂലേ, നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത് 30 GB ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു ഒപ്റ്റിമൈസേഷൻ പരിപാടിയുണ്ട്. ഇങ്ങനെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ സംഭവം കാണിക്കും. ആ ഒരു സംഭവത്തിൽ മാത്രമാണ് ആ ഒരു 7 FPS, 9 FPS ആയിട്ടൊക്കെ നിൽക്കുന്നത്. അതിന് 60 FPS ഇട്ടാലും 30 FPS ഇട്ടാലും നമുക്ക് അവിടെ 10 FPS താഴെ ആ സമയത്ത് വരത്തുള്ളൂ കേട്ടോ. അതിപ്പം ഗെയിം അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞ സമയത്താണ് ഇച്ചിരി ശോകമായിട്ട് തോന്നണം. അല്ലാത്ത പക്ഷം നോ വിഷയം. ഗെൻഷൻ ഇമ്പാക്റ്റ് ഗ്രാഫിക്സ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. ഇത് കണ്ട ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഒരു സ്റ്റോറി മോഡ് ലവർ അല്ല ഞാൻ, എന്നാൽ ഇതിൻ്റെ ആ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ വെട്ടണം നോക്കിയ ഈ സാധനത്തിന്. ഞാനിപ്പോൾ ഐഫോണിലും ചെറുതായിട്ട് ഇത് കളിക്കും. സ്റ്റോറി മോഡ് ഞാൻ അങ്ങനെ കളിക്കണമല്ല, എന്നാലും നിങ്ങൾക്ക് വേണ്ടി അതായത് റിവ്യൂ ഇടുമ്പോൾ 2 ഫോണിലും കൂടെ, അതായത് ഒരു ടോപ്പ് എൻഡിലും കൂടെ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൂടെ പറയണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതിലൊന്ന് കളിച്ചതാണ്. ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിച്ചു തരാമേ. ഇത് കണ്ട, ഇത് 120 FPS ഒഴുക്കം കണ്ട. ഇതാണ് 120 FPS ഒഴുക്കം. ഇതാണ് 60 FPS ഒഴുക്കം. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ട 120, 60. അപ്പോൾ ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ എന്നല്ല, 60 FPS നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സാധനം വെച്ച് കളിക്കാമെന്നുള്ളതാണ്. ഇതിൽ കളിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ച് ഇത് വെച്ചൊക്കെ കളിച്ച് പൈസയൊക്കെ ഉണ്ടാക്കി, അതായത് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊക്കെ ഇതിൽ വാങ്ങിച്ച് കത്തിച്ചാൽ മതി. ചേച്ചി ഇപ്പം തീർത്തിച്ചാവും.
അപ്പം ഇതും തമ്മിലുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ. ഒരു 120 FPS 60 FPS കളിക്കാൻ കുഴപ്പമുണ്ടാന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലടേ. ഇപ്പം നമുക്കൊക്കെ ഇതുപോലും ഇല്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായ? അപ്പം ഇതൊന്നും കളിക്കാൻ പറ്റൂല എന്ന് പറയണവർ ജസ്റ്റ് ഇതൊക്കെ വാങ്ങിക്കാനുള്ളൂ എന്നുള്ള ആൾക്കാരുടെ ചിന്താഗതിയിൽ നിന്നിട്ട് വേണം അതൊക്കെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഗെയിമിലോട്ട് പോവാം ഗൈസ്. കണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് 60 FPS അതിമനോഹരമായിട്ട് ഈ ഒരു ഗെൻഷിൻ ഇമ്പാക്റ്റ് ഗെയിം കളിക്കാൻ പറ്റും. അതേസമയത്ത് 30 FPS ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കുന്നതിൽ കുഴപ്പമില്ല. സ്റ്റോറി മോഡ് ഗെയിം 30 FPS എന്ന് പറഞ്ഞാൽ വലിയ വിഷയമുള്ള കേസൊന്നുമല്ല. നിങ്ങൾക്ക് നോർമലി കളിക്കാം. മൾട്ടി പ്ലെയർ ഒക്കെ വരുമ്പോഴേ ഈ 120 ഒക്കെ നമുക്ക് വേണമെന്നൊക്കെ തോന്നത്തുള്ളൂ, 90 അല്ലെങ്കിൽ 120. അപ്പം സ്റ്റോറി മോഡിൽ വലിയ കളിപ്പില്ല. എന്നാലും 60 FPS നമ്മൾ ക്വാളിറ്റി ഒക്കെ കുറച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി വലിയ ലോസും ഇല്ല, എന്നാൽ 60 FPS ആ ഒരു ഒഴുക്കും ഉണ്ട്. അതാണ് ഈ ഗെൻഷിൻ ഇമ്പാക്റ്റിന് കളിച്ചതിലുള്ള പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയത്. മൈനസ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് കൊണ്ടുവന്ന FPS കുറച്ച് 3, 4, 5, 6, 7, 10 കൊണ്ടാക്കുന്നുണ്ട്. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പം ഇത് നമ്മൾ ഒരു ദിവസം ഇപ്പം കളിക്കാതെ അടുത്ത ദിവസം എടുക്കണമെങ്കിൽ ഇത് ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം നേരം നമ്മൾ ഈ ഒരു ലാഗ് ഉണ്ടല്ലോ ഇത് കണ്ടുകൊണ്ടിരിക്കണം. അത് മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം there is no problem in the gameplay of Genshin Impact. വലിയ വിഷയമൊന്നുമില്ല. അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുകയാണ് ഗൈസ് കോൾ ഓഫ് ഡ്യൂട്ടി. കുറേ അധികം ആൾക്കാർ പറഞ്ഞൊരു സാധനമാണ് കോൾ ഓഫ് ഡ്യൂട്ടി ഗൈസ്. 120 FPS കളിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സിൽ പോകണം. ഗ്രാഫിക്സിൽ പോയതിനു ശേഷം വിഷ്വൽ ക്വാളിറ്റി നമ്മൾ ലോയിലിടുക. അതുപോലെ തന്നെ FPS ടാർഗറ്റ് എന്ന് പറയുന്നത് അൺക്യാപ്ഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. റെസൊല്യൂഷൻ ലോയിലിടുക. ബാക്കി സാധനങ്ങൾ കയ്യിലിട്ടാലും റെസൊല്യൂഷൻ ലോയിലിട്ടിരുന്നാൽ മതി. നമുക്കിതാ ബാക്ക് അടിച്ചതിന് ശേഷം നമുക്കിത് അവിടെ പ്ലേ കൊടുക്കുന്ന സമയത്ത് 60 FPS ആണ് കാണിക്കുന്നത്, 120 FPS ആണ് കാണിക്കുന്നത്. നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് കണ്ടാൽ നമുക്കത് അറിയാൻ പറ്റും 120 FPS എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതായത് കണ്ട പാരച്യൂട്ടൊക്കെ ചാടാൻ മറന്നുപോയി. ഇതാണ് നമ്മൾ റെസൊല്യൂഷൻ ലോയിലാണ് ഇട്ടയ്ക്കുന്നത്. എന്നാലും ആ റെസൊല്യൂഷൻ ലോയിൽ ഇട്ടയ്ക്കുമ്പോഴുള്ള ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വേണമെങ്കിൽ ഞാനിതിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് കൂടെ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വലിക്കുക. ഇങ്ങനെ പോവുക. ഇങ്ങനെ പോയതിനു ശേഷം ഇവിടെ മോൺസ്റ്റർ മോഡുണ്ട്. മോൺസ്റ്റർ മോഡൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടൊക്കെയാണ്. മോൺസ്റ്റർ മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. സ്ക്രീൻ റെക്കോർഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ റെക്കോർഡ് കൊടുക്കണതും സ്ക്രീൻ റെക്കോർഡ് ഓൺ ആയിട്ടുണ്ട്. അവിടെ 120 FPS പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ഗെയിം പ്ലേ നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബറാണ്, ഗെയിമിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾ യൂട്യൂബ് ചാനൽ ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇത് യൂട്യൂബിലൊക്കെ ഇടാൻ പറ്റും. ഈ ഒരു ആനിമേഷൻ വരുമ്പോഴൊക്കെ 60 FPS ആണെങ്കിൽ 30 to 60 കാണിക്കും. അതേ സമയത്ത് നമ്മൾ താടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 120 FPS കിട്ടുന്നതാണ്. നമുക്കിതാ ലോ ക്വാളിറ്റി ആയതുകൊണ്ടാണ് കേട്ടോ 120 കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ലോ ക്വാളിറ്റി മാറ്റി ഹൈ ക്വാളിറ്റി ഒക്കെ ആക്കിയ റെസൊല്യൂഷനെ കൂട്ടിയാൽ ഈ ഒരു 120 കിട്ടത്തില്ല. പക്ഷേ ലോ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യും ഗൈസ്. ഇതിൻ്റെ ആ സ്ക്രീൻ റെക്കോർഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഉണ്ടോ 120, 60, 120 ഒക്കെ വേരിയബിൾ ആയിട്ടുള്ള സാധനം പക്കയായിട്ട് പിടിക്കുന്നുണ്ട്. വേറെ ലാൻഡിങ്ങിലൊന്നും ലാഗില്ല. അവിടെ സ്മൂത്ത്നെസ് കണ്ടാൽ മനസ്സിലാവും. ഇത് പക്കയാണ് ഗൈസ്. ഹീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിറകിൽ നല്ലതായിട്ട് ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഫോണ്. എന്ന് പറഞ്ഞാൽ മറ്റേ ഓവർ ഹീറ്റിംഗ് അല്ല, കൈ പൊള്ളണ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും നോർമലായിട്ടുള്ളൊരു ഹീറ്റിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് ഇത് ചാവട വീട്ടിൽ കൊണ്ടാലും ചാവട നിരങ്ങണം അവിടെ കിടന്ന്. അതുകൊണ്ട് 120 FPS ഒക്കെ ചുമ്മാ കയറി നിൽക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഗൈസ്. ലോയിലിട്ടിട്ട് റെസൊല്യൂഷനൊക്കെ കുറച്ചിട്ട് നിങ്ങൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 120 FPS കളിക്കാൻ പറ്റും. പൊതുവേ ഹീറ്റ് കൂടിക്കൊണ്ട് വരികയാണ്. ക്യാമറയുടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഹീറ്റിംഗ് കൂടുന്നുണ്ട്. 60 FPS ഇടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഹീറ്റിംഗ് ഫീൽ ചെയ്യില്ല കേട്ടോ. ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് നമുക്ക് ഓഫ് ചെയ്യാം. സ്ക്രീൻ റെക്കോർഡ് ഓഫ് ചെയ്യുമ്പോഴൊന്നും ആ ഒരു ലാഗ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ തന്നെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി. നമുക്ക് ഇനി കട്ട് ചെയ്തിട്ട് 60 FPS ക്വാളിറ്റി കൂട്ടിയിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗ്രാഫിക്സിൽ പോവുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മീഡിയം ആക്കാം. വിഷ്വൽ ക്വാളിറ്റി നമുക്ക് മീഡിയമാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. റെസൊല്യൂഷൻ നമുക്ക് ഹൈയിലിടാൻ പറ്റും. ബാക്കിയെല്ലാം ഹൈ ആണ്. FPS ഏറ്റവും ടോപ്പാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ബാക്ക് പോകാം. ബാക്ക് പോയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പ്ലേ കൊടുക്കാം. ഫ്ലൈറ്റിനകത്ത് ചെയ്യുമ്പം അത് പഴയ പോലെ തന്നെ 60 FPS ആണ് കാണിക്കുന്നത്. 30-60 എന്ന് പറഞ്ഞാൽ മറ്റേത് കോൺസ്റ്റൻ്റ് ആയിട്ട് 60 തന്നെയാണ് നിന്നത്. നമുക്ക് ഫ്ലൈറ്റൊക്കെ ഇവിടേക്ക് എത്തുമ്പോൾ ചാടാം. 30 FPS ഒക്കെ ഇപ്പം കാണിക്കുന്നുള്ളൂ. ജമ്പ് ചെയ്തിട്ടുണ്ട്. 30 FPS ഒക്കെയാണ് കാണിക്കുന്നത്. 45, 30, 90 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. 90 FPS ആണ് കാണിക്കുന്നത്. പക്ഷേ 90 FPSൻ്റെ ഒരു ഗുമ്മ് നമുക്ക് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ കിട്ടാനില്ല കേട്ടോ. കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുമോ നോക്കാം. 90 FPS കാണിക്കുന്നുണ്ട്. 90 45, 90, 40. ചാവാൻ ഇതെന്തൊരു വട്ടം നാരങ്ങ
ചെത്തി പോകുമ്പോൾ എന്താ സീതയെ മിണ്ടാത്തെ. റെഡി 1 2 3 സ്റ്റാർട്ട്. 90 FPS ആണ് ഗൈസ് നമുക്ക് ഹൈ ഗ്രാഫിക്സിൽ കിട്ടുന്നത്. നോട്ട് എ പ്രോബ്ലം. ഹീറ്റിങ് വലിയ ഹീറ്റിംഗ് അല്ല. ക്യാമറയിൽ അവിടെ ഒരു ഹീറ്റിംഗ് നമുക്ക് ഫീൽ ചെയ്യാനാണ്. 120 FPS വന്ന ഹീറ്റിംഗ് നമുക്ക് ഇപ്പോൾ എന്തായാലും ഫീൽ ചെയ്യില്ല. ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നിട്ടാണ് കേട്ടോ ഹീറ്റ് കുറഞ്ഞത്. കുഴപ്പമില്ല. നോട്ട് എ പ്രോബ്ലം ഗൈസ്. 90 FPS എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആ ഒരു റെസൊല്യൂഷനൊക്കെ ലോയിലിട്ടിട്ട് 120 FPS അങ്ങോട്ട് കളിക്കുക. അതാണ് ഇതിൻ്റെ ആ ഒരു ഗുമ്മെന്ന് പറഞ്ഞാൽ. 90 FPS വലിയ ഗ്രാഫിക്സ് ഇട്ട് കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കുറേടാ അങ്ങോട്ട് ഡോറ് അടച്ചിരിക്കുകയായത് എന്ത് എന്താ സ്മൂത്തായിട്ട് കളിക്കാട്ടെ 90 FPS എന്നാണ്. എനിക്ക് തോന്നുന്നത് 60 ഉള്ളൂ എന്നല്ല. 120 പ്രോപ്പർ നമുക്ക് 120 ഫീൽ ചെയ്യും കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇതാണ് അപ്പം ആ ഒരു കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ ചോദിച്ചവർക്ക് വേണ്ടിയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഫോൺ വാങ്ങിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇത് കളിക്കാൻ വാങ്ങിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഗൈസ്. നല്ലൊരു ഫോണാണ്. നിങ്ങൾക്ക് ഇത് വെച്ച് കളിക്കുക എന്നുള്ളതാണ്. കേസൊക്കെ ഊരി വെച്ചിട്ട് വേണം ഗെയിം കളിക്കാൻ. കേസ് ഒന്നും ഇട്ട് കളിക്കില്ല കേട്ടോ. റെസൊല്യൂഷൻ കുറച്ചിട്ടിട്ട് 120 FPS ഇട്ട് കളിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും കേട്ടോ. ഞാൻ സ്ക്രീൻ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ലാഗ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പം സാധനം വരും കണ്ട, ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഷെയർ ആക്കുക. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കിനി അടുത്ത ഗെയിമിലോട്ട് പോയാലോ ഗൈസ്. അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ പ്രാന്തന്മാർക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്ത ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിമാണ് ഗൈസ്. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ദാ നമ്മുടെ ഫുട്ബോളിൻ്റെത് 60 FPS നമുക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എടുത്ത് ഇങ്ങ് കാണിക്കുന്നതേ ഉള്ളൂ. ഇതെൻ്റെ ടൈപ്പ് അല്ല ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാൽ. ഞാൻ റൊണാൾഡോയുടെ കളി ഉണ്ടെങ്കിൽ കാണുകയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഫുട്ബോൾ ഗെയിമൊന്നും ഞാൻ വലുതായിട്ട് കളിക്കാറില്ല. നിങ്ങൾക്ക് ആ ഒരു സ്മൂത്ത്നെസ് മാത്രം കാണിച്ചു തരാം. വിഷ്വൽ ക്വാളിറ്റി എല്ലാം കൂടെ കാണിച്ചു തരാം. നമ്മൾ എത്രയൊക്കെ എടുത്താലും 60 FPS പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ബോളറാ എന്താ നമുക്ക് ബോളൊക്കെ അടിച്ച് മാറ്റാം. നമ്മുടെ ബോൾ എന്താ അയ്യോ നമ്മളിങ്ങനെ വലിച്ചോണ്ട് പോകണം. അപ്പോൾ ഇത് സ്ഥിരം കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്ത് പൊട്ടത്തരമാണ് കാണിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ സ്മൂത്ത്നെസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എനിക്ക് ഇതിൻ്റെ ഗെയിം പ്ലേ ഒന്നും വലിയ ഇതില്ല, ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാനിതൊന്നും കളിക്കാത്തത്. ഇത് ഇങ്ങനെ കൊടുക്കാൻ പാസ് ചെയ്യാൻ ഈ സൈഡിലാണ് ബോളും കൊണ്ട് ഓടണത്. അങ്ങോട്ടാണ് ഓടാനുള്ളത്. ആരെ കൊടുക്കാം പോടാ എന്താ ഇതാണ് ആ ഒരു ഫുട്ബോളിൻ്റെ സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ വെച്ചാൽ ബോൾ പാസ് ഇപ്പുറത്ത് കൊടുക്കുക. നമ്മൾ ചെറുക്കനെ ഇങ്ങോട്ട് ഓട്ടിക്കണ്ട. 60 FPS ഒക്കെ ചുമ്മാ കിട്ടും. അയ്യേ അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. വേറെ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഹീറ്റിങ്ങേ ഉള്ളൂ. ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ വലിയ ഹീറ്റ് ആവുന്നില്ല. ഇപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ 25% ഉള്ളൂ. മോൺസ്റ്റർ മോഡൊക്കെ ഓണാണ്. ഇത് ലോങ് പ്രസ് ചെയ്താൽ ബോൾ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളെ ബോൾ എന്താ നല്ല പാടാണ് കേട്ടോ ഫുട്ബോളൊക്കെ കളിക്കാൻ. ഇതിന് കൊടുക്കാൻ നമുക്ക് ഇങ്ങനെ വോട്ട് ചെയ്യാം. സ്മൂത്ത്നെസ് ഒക്കെ അത്യാവശ്യം പക്കയാണ് കേട്ടോ. 60 FPS ഒരു കുഴപ്പമില്ല. ഫുട്ബോൾ പ്രാന്തന്മാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗെയിം പ്ലേസ് ഒക്കെ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ്സ് വേണമെങ്കിൽ പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ഗെയിമിംഗ് ചാനലിലിടാം. ഒരു ഗോളെങ്കിലും അടിയടാ, ഇങ്ങോട്ട് അടിയടാ. കണ്ടല്ല, ഇതാണ് അതിൽ കളിക്കാൻ പറ്റുന്ന മാക്സിമം ഗ്രാഫിക്സ്. 60 FPS അത്യാവശ്യം അടിപൊളി സ്മൂത്തിൽ തന്നെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ആ ഒരു ഓട്ടമൊക്കെ നമുക്ക് ആ ഒരു ഒഴുക്കത്തിൽ കിട്ടുന്നുണ്ട്. വലിയ കലിപ്പൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിക്കാൻ പറ്റും. നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ആ പച്ചയൊക്കെ എടുത്ത് നിൽക്കുന്ന ഗ്രൗണ്ടിൻ്റെ പച്ചയൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു അത്യാവശ്യം നല്ല റെസൊല്യൂഷനിൽ നല്ല FPS നിങ്ങൾക്ക് ഇതിനകത്ത് ആ ഒരു ഗെയിം കളിക്കാം. വലിയ ഹീറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. നോർമലി ഉള്ളൊരു ഹീറ്റിങ് മാത്രമാണുള്ളത്. ഞാൻ വലിയ മറ്റേ ഫുട്ബോൾ പ്രാന്തനൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനകത്ത് സമയം സ്പെൻഡ് ചെയ്തില്ല. എന്നാലും ഗെയിം കുറച്ച് നേരം കളിച്ചു. അത്യാവശ്യം കൊള്ളാം. അതിൻ്റെ ആ ഒരു ക്ലാസ്സസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടത് തുടങ്ങുമ്പോൾ മെസ്സിയുടെ ഒരു ഗോൾ അടിയുണ്ടോ ആദ്യത്തെ. അത് തന്നെ സാധനം. അപ്പം ഈ ഫുട്ബോൾ കളിക്കാനാണ് ഈ ഫോൺ എടുക്കാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. കോൾ ഓഫ് ഡ്യൂട്ടിയേക്കാളും സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഫുട്ബോൾ കളിക്കാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാക്കാണ്. ചാർജൊന്നും വലുതായിട്ടൊന്നും കുറയണമെന്നില്ലടെ അതിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും. അപ്പം ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറേ പേര് പറഞ്ഞതാണ് കാർ എക്സ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഗെയിം. അതിൻ്റെ ഒരു ഗെയിം പ്ലേ നിങ്ങളൊന്ന് കണ്ടിട്ടു.
ഒരു ആനിമേഷനൊക്കെ വേറെ ലെവൽ സാധനമാണ്. അതിൽ നമുക്ക് പെർഫോമൻസ് മീറ്റർ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഈ 120 FPS 60 FPS ഈ ഒരു സാധനം കാണിക്കുന്നതേ കിട്ടുന്നുള്ളൂ. നമുക്കത് ഒന്ന് ഓണാക്കിയിട്ട് എത്രത്തോളം കിട്ടുന്നു എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഫീൽ ചെയ്യുന്നത്. കണ്ട ഇത് കൊള്ളാം. നിങ്ങൾക്ക് ഇച്ചിരി ഗ്രാഫിക്സ് ആയിട്ട് ഇത്തിരി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ഫീൽ ചെയ്യും. ആസ്ഫാൾട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗെയിമാണ് എന്നുള്ള ഇത് നമുക്ക് കുറച്ചുകൂടെ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു ഗുഡ് ഫീൽ വരും. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു 60 FPS ഗെയിം പ്ലേ നമുക്ക് ഇതിനകത്ത് കളിക്കാവുന്നതാണ്. നമുക്ക് വണ്ടി ചവിട്ടിയൊക്കെ വിടാൻ പറ്റും. അതിൻ്റെ സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ക്യാമറ നോക്കിക്കൊണ്ടാണ്. രാത്രിയാണ് കളി. എത്ര പവറൊക്കെ അടിച്ച് ജില്ലന പോവും. ആ ഇടിക്കുമ്പോഴൊക്കെ ഉള്ള ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ളൊരു ഗ്രാഫിക്സാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ചെയ്ത് വെച്ചേക്കും പോലെ, ലൈക്ക് ചില സിനിമകളൊക്കെ ഓവർ എന്നൊക്കെ നമ്മൾ പറയൂലേ, അതുപോലെ ഇടിക്കുമ്പോഴൊക്കെ ഉള്ള ഇമ്പാക്റ്റ് ആയിക്കോട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്. ഭയങ്കരമായിട്ടുള്ളൊരു ഇടിയൊക്കെ അത്രയും വേണ്ടായിരുന്നു, ഒന്ന് ഒതുങ്ങാമായിരുന്നു. പക്ഷേ അതതിൻ്റെ ക്വാളിറ്റി കൂടുതലായതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഗ്രാഫിക്സിൽ പോകാം. ഗ്രാഫിക്സിൽ പോയിട്ട് എല്ലാം ടോപ്പാണ് ഇട്ടേക്കണേ. എല്ലാം ടോപ്പ്, ഏറ്റവും കുറച്ചൊന്നും അല്ല ഇട്ടേക്കണേ. ടോപ്പ് കാണിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എത്ര വേണം കുറയ്ക്കാമെന്നുണ്ടല്ലോ. ഇപ്പോഴും ഇവിടം ചെറുതായിട്ട് ഹീറ്റ് ആണോ, ഇങ്ങോട്ടൊന്നുമില്ല. കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചപ്പോൾ ഉള്ള ഹീറ്റ് കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. നിങ്ങൾക്കിത് കളിക്കുമ്പോൾ വേറെ ലാഗ് കാര്യങ്ങളൊന്നുമല്ല ഫീൽ ചെയ്യൂല. നിങ്ങൾക്ക് ആ ഒരു മാക്സിമം 60 FPS ഈ ഒരു സാധനം സുഖമായിട്ട് കളിയാവുന്നതാണ്. കണ്ട നോ പ്രോബ്ലം. കണ്ടല്ലോ, ഇതാണ് കാറക്സ് സ്ട്രീറ്റിൻ്റെ ആ ഒരു ഗെയിം പ്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടില്ല. റെസ്പെക്ട് എവരി ഗെയിം ആൻഡ് എവരി ഗെയിമേഴ്സ് എന്നാണ്. ഇതിലെന്ന് പറഞ്ഞാൽ കുറേ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓട്ടിച്ചൊക്കെ നടക്കാം, ബൂസ്റ്റൊക്കെ അടിച്ച് ഇങ്ങനെയൊക്കെ ഒരു ബൂസ്റ്റ് അടിക്കുമ്പോഴൊക്കെ നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ബൂസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നും. അപ്പം നിങ്ങൾ ഈ ഒരു കാറക്സ് സ്ട്രീറ്റ് കളിക്കുന്ന ഒരാളാണെങ്കിൽ ആസ്ഫാൾട്ടും കൂടെയൊക്കെ ഒന്ന് കളിച്ചു നോക്കുക. അത്യാവശ്യം കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു ഗെയിമിനെ പറ്റിയും പറയാനായിട്ട്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അത് കളിക്കാം കേട്ടോ. ഫൈനലി BGMI. കുറേ അധികം ആൾക്കാർ ചോദിച്ചതാണ് BGMIയിൽ 120 FPS കളിക്കാൻ പറ്റുമോ എന്നുള്ളത്. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, 120 FPS ഈസ് ലൈക്ക് ബട്ടറി സ്മൂത്ത്. പൊള്ളി സാധനം. ഇപ്പം പുതിയ അപ്ഡേഷൻ ആണെന്ന് തോന്നി ഞാൻ കുറേ നാളായിട്ട് BGMI കളിച്ചിട്ട്. ഇതിനകത്ത് കയറുമ്പോൾ നമുക്കിപ്പം ലോബിയിലൊരു ക്വാളിറ്റി, അതുപോലെ തന്നെ ഗെയിം പ്ലേയിലൊരു ക്വാളിറ്റി, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ലോബിയിൽ നമുക്ക് 90 FPS മാക്സിമം ഇടാൻ പറ്റും. ഗെയിം പ്ലേയിൽ നമുക്ക് 120 FPS മാക്സിമം ഇടാൻ പറ്റും. അപ്പം നമ്മുടെ ആ BGMI അക്കൗണ്ട് ഗൈസ്, ഇതാണ് എൻ്റെ BGMI അക്കൗണ്ട്. 31 FPS ആണ് ഇപ്പം കാണിക്കുന്നത്. ലോബിയിൽ നമുക്ക് ഗ്രാഫിക്സ് ഇപ്പം കുറച്ചിടാൻ പറ്റും. സ്മൂത്തിൽ അൾട്രാ എക്സ്ട്രീം ഇട്ടിട്ട് 120 FPS ഇടുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, എൻ്റെ പൊണ്ണ് ഗൈസ്, നിങ്ങൾക്ക് 120 FPS ഇട്ട്. ഇതിപ്പോൾ 120 FPS അല്ല, 30 FPS താഴെയുള്ളൂ. ഇത് 30 FPS മാത്രമാണ്. ഗെയിം പ്ലേയിലാണ് നിങ്ങൾക്ക് 120 FPS കിട്ടാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നമ്മുടെ ഗ്രാഫിക്സിനകത്ത് പോയിട്ട് ഇവിടെ ലോബിയിൽ നമുക്ക് കണ്ട സ്മൂത്ത് എക്സ്ട്രീം പ്ലസ് ഇട്ടാൽ നിങ്ങൾക്ക് 90 FPS ലോബിയിൽ കിട്ടും. കണ്ട 91 FPS കണ്ട. ഇപ്പോൾ കുറേ സാധനങ്ങൾ BGMIയിൽ മാറിയിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം BGMI നിർത്തിയിട്ട് ഇപ്പം BGMI എടുക്കാൻ പറഞ്ഞവരുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ട കസ്റ്റമൈസ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം, ഇത് നമുക്കിപ്പോൾ എല്ലാം സ്മൂത്ത് അൾട്രയിൽ ഇടാൻ പറ്റും. ഹോം സ്ക്രീൻ നമുക്ക് എങ്ങനെ വേണം, സ്മൂത്ത് മതി. എല്ലാം സ്മൂത്തിൻ്റെ ആവശ്യമുള്ളൂ. സ്മൂത്തിൽ കളർഫുൾ ഇട്ട് നമുക്ക് കളിക്കാം. പിന്നെ ലോബിയിലാണെങ്കിലും സ്മൂത്തിൽ എക്സ്ട്രീം പ്ലസ് 90 FPS ഇട്ടേക്കാം. ഗെയിം പ്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് അൾട്രാ എക്സ്ട്രീം, അതായത് 120 FPS വേണം നമുക്ക് ഇടാനുള്ളത്. കളർഫുള്ളാണ് ഗൈസ് ഇട്ടേക്കുന്നത്. ഇപ്പം 90 FPS കണ്ടാ കിട്ടുന്നത്. ഇതാണ് നമ്മുടെ 90 FPS. നമുക്ക് റാങ്കിൽ എടുക്കുക, അൺറാങ്ക്ഡ് കളിക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇങ്ങനെ വെച്ച് കളിക്കുന്ന സമയത്ത് ചുമ്മാ റാങ്ക് കളയാൻ വയ്യ. അപ്പോൾ നിങ്ങൾ BGMI കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ BGMIയുടെ പേര് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്, അല്ലെങ്കിൽ BGMI ID ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആർക്കൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ആവാമല്ലോ. ഇവിടെ നമുക്ക് 5 FPS ലോഡാണ്. കാരണം ഒന്നുമില്ല, ഇവിടെ ഒന്നും നടക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അത്രയൊക്കെ ഉള്ളൂ. വന്നിറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു സ്മൂത്ത്നെസ് സ്ട്രോക്ക് BGMI. ശരിയാ മോനെ, ശരിയാ മോതാ 116 ഒക്കെ ഇവിടെ നമുക്ക് വട ഇട്ടിട്ട് ചെറുക്കാൻ വലിച്ചു പോകും. 108 കണ്ട, 108 FPS, 116 FPS, 120 FPS കളിക്കാൻ കീടില്ല. നോക്ക്, സെറ്റല്ലേ? അതുണ്ട റാങ്കിളാണ് എടുത്തേക്കുന്നത്. അങ്ങനൊക്കെ 106 FPS,
120 FPS പക്ക സാധനം. ആരുടെ പറഞ്ഞതിൽ 90 പറ്റുള്ളൂ എന്ന്. 90 കളിക്കാം, പക്ഷേ ഗ്രാഫിക്സ് കൂട്ടുമ്പോൾ 90 ആവും. പിന്നെ അടുത്ത ഗ്രാഫിക്സിലോട്ട് പോകുമ്പോൾ 60 ആവും. അതിൻ്റെ അടുത്തയിലോട്ട് പോകുമ്പോൾ 30 ആവും. അതൊന്നും ഇട്ട് കളിക്കണ്ട. സ്മൂത്തിൽ എക്സ്ട്രീമൊക്കെ ഇട്ട് കളിക്കുന്നത് തന്നെ ധാരാളമാണ്. പിന്നെ 120 ഇട്ടാലും സൂപ്പറായിട്ട് കളിക്കാം. ഇതാണ് ആ ഒരു BGMIയുടെ ഗെയിം പ്ലേ നിങ്ങൾ കാണാൻ പോകുന്നത്. വലിയ പ്ലെയറൊന്നും അല്ല കേട്ടാ, കുറച്ച് ഇതൊക്കെ ഉള്ളൂ ഇവിടെ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ചാടാടെ നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ ആ ചാട്ടം. 120 FPS പക്ക കിട്ടുന്നുണ്ട്. ആ ഒരു ഗ്രാഫിക്സ് നോക്ക് BGMIയുടെ. എൻ്റെ പാരച്യൂട്ടാണ് കഴിച്ചത്. ഇത് വെളിയിലാണ് പോയി ചേട്ടാ. ഉപ്പം ചാവും. എൻ്റെ തുണി കണ്ടാലേ എന്നെ അവന്മാർ അടിച്ച് തൊലയ്ക്കും. അണ്ണനെ കൂടെ കൊണ്ടുപോകണം. എന്നാൽ 120 FPS ഇത്രയും പേര് ഇവിടെ ഇറങ്ങിയിട്ടും നമ്മുടെ ഈവൻറ്റിൽ 22 പേരുണ്ട്. അത്രയും പേര് ഇറങ്ങിയിട്ടും there is no lag. ഐഫോണിൽ ഇതിലെടുത്തപ്പോൾ കുറച്ചൊക്കെ ഡിസ്പ്ലേ ഇങ്ങോട്ട് മാറ്റണം കേട്ടോ. എന്നെ കുത്തിയടാ അവൻ. അൺറാങ്കടി തന്നെ കുഴപ്പമില്ല. കുത്തി കണ്ടല്ലേ കിടക്കണം അവിടെ. വാടാ ഇവിടെ കിടക്കണ്ട ഒരുത്തെ. കുത്തി തിന്ന് ഗൈസ്. എന്നെ കുത്തി തൊലച്ച്. ഞാൻ ഇത്രയും നാളും കുറച്ച് സമയം എടുത്തത് കളിച്ച് എന്തുകൊണ്ട് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനൊരു കാര്യം മനസ്സിലായി. 20% ചാർജിന് താഴെ വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി 90 FPS പോകും. 90, 91 ഇങ്ങനെ നമുക്ക് FPS കിട്ടത്തുള്ളൂ. 20% മുകളിലോട്ടുള്ള ചാർജിൽ നിങ്ങൾ ഗെയിം പ്ലേ നടത്തിയാൽ മാത്രമേ നിങ്ങൾ ഏറ്റവും ടോപ്പ് ഇടുമ്പം നിങ്ങൾക്ക് 120 FPS കിട്ടുള്ളൂ. പിന്നെ അടുത്ത ക്വാളിറ്റി ഇടുമ്പോൾ അത് 90 FPS ആവും. അതിൻ്റെ അടുത്ത ക്വാളിറ്റി ഇടുമ്പോൾ 60 ആവും, 30 ആവും. 30 ചെന്നിറങ്ങാൻ പറന്നിങ്ങനെ ഇറങ്ങണതിന് മുമ്പേ നിങ്ങൾ പെട്ടിയിലാവും. അതുകൊണ്ട് 120, 90 FPS ഇത് രണ്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലതായിട്ട് കളിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ ആദ്യമേ ചാവണറാണ്, ബാക്കി നിങ്ങളുടെ ടീമിൽ 4 പേരും ഉണ്ട്. അപ്പോൾ അവരെ കളി കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഗെയിം മോഡിനകത്തുനിന്ന് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് ഒക്കെ എടുത്ത് വെച്ച് അതിനകത്തിരുന്ന് വീഡിയോ ഒക്കെ കണ്ടോണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. സംഭവം അത് കൊള്ളാണ്. മൾട്ടി ടാസ്കിങ്ങിന് അത് എന്തായാലും ആ ഒരു സംഭവം ഇത്രയും ആ ഒരു ഹൈ ഗ്രാഫിക്സ് ഗെയിമൊക്കെ റണ്ണായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മൾട്ടി ടാസ്കിങ് ഒക്കെ നടക്കും എന്നുള്ളത് അത് എന്തായാലും പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടായി. ഹീറ്റിംഗ് BGMI നോർമലായിട്ടുള്ള ഹീറ്റിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ വലിയ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും അല്ല. ഈ ഒരു കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുമ്പോഴാണ് എനിക്ക് ഇത്രയും ഗെയിം കളിച്ചതിൽ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുമ്പോഴാണ് എനിക്ക് ഹീറ്റിംഗ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഡൗൺലോഡിംഗ് ഒക്കെ ഈ ഒരു ചാർജിങ് റേഞ്ചിലാണ് എനിക്ക് ഡൗൺലോഡിങ് സമയത്ത് ഹീറ്റ് ഫീൽ ചെയ്തത്. ഒരു 70 താഴോട്ടൊക്കെയാണ് എനിക്ക് ഡൗൺലോഡിങ്ങിന് ഹീറ്റിംഗ് ഫീൽ ചെയ്തത്. അപ്പോൾ അല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ മോൺസ്റ്റർ മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓൺ ആക്കിയിട്ടിട്ട് ഗെയിം കളിക്കാം. മോൺസ്റ്റർ മോഡൊക്കെ ഓൺ ആക്കിയിട്ട് കുറച്ച് പെർഫോമൻസ് ഒക്കെ ടോപ്പിലോട്ട് നിൽക്കും. പിന്നെ Neo 9 Proയും IQ13 ഇതുമായിട്ടൊക്കെ ഉള്ളൊരു കമ്പാരിസൺ നിങ്ങൾ വേണമെന്ന് പറയും ഗെയിമിങ്ങിൽ. അപ്പോൾ നമ്മളത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഇതിൽ നിന്നും 10 രൂപയും കൂടെ കൂടുതലെടുത്ത Neo 9 Pro വാങ്ങിക്കുക. Neo 9 Proയിൽ നമുക്ക് കുറച്ചുകൂടെ ഹീറ്റിംഗ് കുറഞ്ഞ് നിൽക്കും, കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടും ഗെയിം പ്ലേയിൽ. 13 അതുപോലെ തന്നെ അതിൽ Q2 ചിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഹീറ്റിംഗ് കുറഞ്ഞ് നിൽക്കും. അതായത് ഈ ഒരു 70 താഴോട്ട് വരുമ്പോൾ ഉള്ള ഹീറ്റിംഗ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഹീറ്റ് ആവത്തുള്ളൂ വലുതായിട്ട്. അതായത് നോർമൽ ഹീറ്റിംഗ് ആണ്, വലുതായിട്ട് ഹീറ്റ് ആവത്തുള്ളൂ. അത്രയേ ഉള്ളൂ വ്യത്യാസം ഗെയിം പ്ലേയിൽ. നിങ്ങൾ കമൻറ്റ് ചെയ്ത ഗെയിം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കമൻറ്റ് ചെയ്യുക. ഇപ്പം കുറേ വേറെ ഒരാൾ ആരോ ഇന്ന് കമൻറ്റ് ചെയ്തത് ഈ ഫോണിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണത് കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്കും വേറെ ഫോൺ ഇവിടെ ചെയ്യാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നത്തിങ് 3A Pro ഒക്കെ ഉടനെ വരും. ഈ ഒരു ഫോൺ എടുക്കാനുള്ള പൈസയെ കാണത്തുള്ളൂ. ഈ ഒരു ഫോൺ എടുത്താൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഉത്കണ്ഠയുള്ള ആൾക്കാരാണ് ഇത് കമൻറ്റ് ചെയ്യണത്. അപ്പം ആ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ വാങ്ങിച്ച് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ കമൻറ്റ് നമ്മൾ മാനിച്ചേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് ഡിസ്ക്രിപ്ഷനിലോ തംബ്നെയിലിലോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് കരോ, നോട്ട് എ പ്രോബ്ലം. എന്നാൽ ആവശ്യമുള്ള ആൾക്കാർ അത് കണ്ടോളും. അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഇതേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാൻ അത്രേ ഉള്ളൂ കാര്യം. ഇത് ആവശ്യമുള്ള ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇനി കമ്പാരിസൺ വീഡിയോ ചെയ്യണോടെ? Neo 9 Pro ആയിട്ട് വീഡിയോ കമ്പാരിസൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എനിക്ക് ചെയ്യണതിനൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, നമുക്ക് ചെയ്യണതിന് ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അടുത്ത ഡിവൈസൊക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് എൻ്റെ ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ഗെൻഷിൻ ഇമ്പാക്റ്റ് കളിക്കണമെന്നുള്ളവർക്ക് 60 FPS കളിക്കാം. അതുപോലെ തന്നെ BGMI കളിക്കണമെന്നുള്ളവർക്ക് 120 FPS കളിക്കാം. അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കണമെന്നുള്ളവർക്ക് 60 FPS കളിക്കാം. കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കണമെന്നുള്ളവർക്ക് ഏറ്റവും ഗ്രാഫിക്സ് കുറച്ചിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കളിക്കാം. 120 FPS ഗ്രാഫിക്സ് കൂട്ടിയിട്ടാൽ നിങ്ങൾക്ക് 60, 90
90 ഇങ്ങനെ കളിക്കാൻ പറ്റും. എന്നാൽ പക്ഷേ അത് ഹീറ്റിംഗ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്നവർ ലോ ക്വാളിറ്റിയിൽ 120 FPS കളിച്ചാൽ അത്യാവശ്യം നല്ല ഗെയിം പ്ലേ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞ ഗെയിമുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സന്തോഷം. iQOO 9 പ്രോയുമായിട്ടുള്ള കമ്പാരിസൺ വേണമെങ്കിൽ പറയുക, നമുക്കത് ചെയ്യാം. അടുത്ത ഏത് ഡിവൈസ് വേണം, അല്ലെങ്കിൽ ഏത് ഡിവൈസിൻ്റെ ക്യാമറ പെർഫോമൻസ്, അതുപോലെ തന്നെ ചാർജിങ് ടെസ്റ്റ്, ഫാസ്റ്റ് ചാർജിങ് ടെസ്റ്റ്, ഓവറോൾ പെർഫോമൻസ്, ഗെയിമിംഗ് പെർഫോമൻസ്, ഏത് വേണോ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ റെഡി ആയിട്ടാണ് ഇരിക്കുന്ന വീഡിയോ ചെയ്യാൻ. സോ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.